ദൈവനാമത്തിന് മഹത്വം. നല്ല മനസാക്ഷിയുടെ ഉടമ്പടി. 1 പത്രോസ് 3 അധ്യായം അതിന്റെ 20 പിൻഭാഗവും 21 വചനവും. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. 1 പത്രോസ് 3 അധ്യായം അതിന്റെ 20-21 വചനങ്ങളിൽ പെട്ടകത്തിൽ 8 പേർ രക്ഷിക്കപ്പെട്ടുവെന്നും ആ പെട്ടകം സ്നാനത്തിന് ഒരു നിഴലായിരിക്കുന്നുവെന്നും പത്രോസ് എഴുതുന്നു. ഈ 8 പേർ പെട്ടകത്തിൽ രക്ഷിക്കപ്പെട്ടത് എന്നാൽ നോഹ ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു എന്ന് എബ്രയർ 11 അധ്യായം അതിന്റെ 7 പൗൽ എഴുതുന്നു. നോഹ, നോഹയുടെ ഭാര്യ, 3 പുത്രന്മാർ, നോഹയുടെ 3 മരുമക്കൾ എന്നിങ്ങനെ ആ 8 പേരിലും ദൈവഭക്തി ഉണ്ടായിരുന്നതായി നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭയഭക്തി. എബ്രയർ 5 അധ്യായം അതിന്റെ 7 ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയുന്ന പിതാവിനോട് അർപ്പിച്ച അപേക്ഷയിൽ തന്റെ ഭയഭക്തി നിമിത്തം പ്രാർത്ഥന കേട്ടു എന്ന് പൗലോസ് എഴുതുന്നു. അതിനാൽ ഭക്തി എന്നത് നാം പ്രാപിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5 അധ്യായം അതിന്റെ 33 ഭാര്യ ഭർത്താവിനെ ഭയഭക്തിയോടെ ബഹുമാനിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ വചനം നോഹയുടെ ഭാര്യയ്ക്ക് അവനോടുണ്ടായിരുന്ന ഭയഭക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മക്കൾ മാതാപിതാക്കളെ ഭയഭക്തിയോടെ ബഹുമാനിക്കണമെന്നത് നോഹയുടെ 3 പുത്രന്മാരിലും നമുക്ക് കാണാം. അതുപോലെ തന്നെ 3 മരുമക്കളും ഭയഭക്തിയോടെ നോഹയുടെ പുത്രന്മാരോട് ചേർന്നു നിൽക്കുന്നു. ഭയഭക്തി എന്നത് നോഹയുടെ കുടുംബത്തിന്റെ സ്വത്തായി കാണപ്പെടുന്നു. പെട്ടകം പൂർണ്ണമായും പണിയുന്നതിൽ പ്രവർത്തിച്ചത് ഈ ഐക്യമാണ്. നോഹ തന്റെ ഭാര്യ, 3 മക്കൾ, 3 മരുമക്കൾ ഇവർ എല്ലാവരും തന്റെ നിയന്ത്രണത്തിൽ നിർത്തിയിരുന്നു. ഇത് എല്ലാവരെയും നിരപ്പിന്റെ ശുശ്രൂഷയുടെ ഉപദേശത്തെ വെളിപ്പെടുത്തുന്നു. നിരപ്പിച്ച് ഒന്നാക്കപ്പെടുന്നത് എന്നത് കൊലോസ്യർ 1 അധ്യായം അതിന്റെ 21 മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ എന്ന് പൗലോസ് കുറിപ്പിടുന്നു. ഏദൻ തോട്ടത്തിൽ മനസ്സ് മലിനമാക്കപ്പെട്ട ഇടത്താണ് സാത്താൻ ശത്രുതയുണ്ടാക്കുന്നത്. ഈ ശത്രുത്വം നീക്കം ചെയ്യപ്പെട്ട് നിരപ്പുണ്ടായാൽ മാത്രമേ ഒന്നാകുവാൻ സാധിക്കുകയുള്ളൂ. എഫേസ്യർ 2 അധ്യായം അതിന്റെ 14 ശത്രുത എന്ന വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിന്റെ 16 ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി എന്ന് നമുക്ക് കാണാം. ശത്രുത എന്ന മതിലിന് ജീവനില്ല, എന്നാൽ ഇവിടെ ശത്രുതയെ ക്രൂശിൽ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അതിന് ജീവനുണ്ടെന്ന അർത്ഥം. അത് ഒരു ദുഷ്ടമൃഗത്തെ പോലെയാണ്, അതിനെ നാം കൊല്ലണം. തുടർന്നുള്ള വചനങ്ങളിൽ ഇങ്ങനെ നിരപ്പിക്കുന്ന ഒന്നാക്കുന്നതിനെ കുറിച്ച് പൗലോസ് എഴുതുന്നു. നോഹയുടെ കുടുംബം ഒന്നാക്കപ്പെടുന്ന സ്ഥലത്തിൽ വെളിപ്പെട്ടു. നോഹയുടെ കുടുംബത്തിലെ എല്ലാവരും ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങുന്നവരായിരുന്നു. അപ്രകാരം പെട്ടകത്തിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞു. നോഹയുടെ കുടുംബം മുഴുവനും ചേർന്ന് പെട്ടകം പണിയുന്നത് ലോകത്തെ ന്യായവിധിക്കായി ഒരുങ്ങുന്നതിന് തുല്യമായിരുന്നു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് എബ്രയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11 അധ്യായം അതിന്റെ 7 വചനത്തിൽ നാം വായിക്കാം. അവൻ ലോകത്തെ കുറ്റം വിധിച്ചു എന്നത് ലോകത്തെ വിധിക്കുന്ന ഒരു സ്ഥാനത്താണ് നോഹയുടെ കുടുംബം ഇരുന്നതെന്ന് നമുക്ക് കാണാം. 1 കൊരിന്ത്യർ 11 അധ്യായം അതിന്റെ 32 ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് എന്ന വാക്കിനെ പൗലോസ് പറയുന്നുണ്ട്. പുരാതന ലോകം നോഹയുടെ കുടുംബത്തിലൂടെ എങ്ങനെ ന്യായവിധിയിലേക്ക് നയിക്കപ്പെട്ടുവോ അതുപോലെ ഇന്നത്തെ ലോകവും ന്യായവിധിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് മർക്കോസ് 16:16 എഴുതപ്പെട്ടിട്ടുണ്ട്. എബ്രയർ 11 അധ്യായം അതിന്റെ 7 വിശ്വാസം എന്ന വാക്കിനെ കുറിച്ച് പൗലോസ് വ്യക്തമാക്കുന്നു. വിശ്വാസം എന്ന സ്നാനത്തിന് തുല്യമായ പെട്ടകമാണ് നോഹയുടെ കുടുംബത്തെ രക്ഷിച്ചത്. അതുപോലെ സ്നാനം എന്ന സത്യത്തെ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലേക്ക് അർഹനാകും. വെള്ളം ഒരു കൂട്ടം ജനങ്ങളെ നശിപ്പിച്ചു. അതേസമയം അതേ വെള്ളം തന്നെ നോഹയെയും അവന്റെ കുടുംബത്തെയും സംരക്ഷിക്കുകയും ചെയ്തു. വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായവ ഒന്നും ഇല്ലാതെ ശുദ്ധയും നിഷ്കളങ്കവുമായ സഭയായി നാം മാറാം. ജലസ്നാനം എന്നത് ദൈവവുമായി നാം ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. അത് ദൈവത്തെ പറ്റിയുള്ള നല്ല മനസാക്ഷിയുടെ ഉടമ്പടിയാണെന്ന് 1 പത്രോസ് 3 അധ്യായം അതിന്റെ 21 പത്രോസ് എഴുതുന്നു. ഉടമ്പടിക്കപ്പെട്ട്
ഉടമ്പടിയുടെ പെട്ടകത്തിന്റെ നീളം 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 37 അധ്യായം അതിന്റെ 1 എഴുതപ്പെട്ടിരിക്കുന്നു. ഉടമ്പടിക്ക് പെട്ടിയുടെ നീളം 2 ഭാഗവും ചേർത്താൽ 5 മുഴം എന്നും വീതി 2 ഭാഗവും ചേർത്താൽ 3 മുഴം എന്നും നമുക്ക് മനസ്സിലാക്കാം. 5 എന്നത് പഞ്ചേന്ദ്രിയങ്ങളുള്ള മനുഷ്യനെയും 3 എന്നത് തൃത്വ ദൈവത്തെയും കാട്ടും. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ ഉടമ്പടിയെയാണ് നല്ല മനസാക്ഷിയുടെ ഉടമ്പടി എന്ന ജലസ്നാനത്തിൻ ഉപദേശമായി പത്രോസ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നോഹയുടെ പെട്ടകം ജലസ്നാനത്തിന് സാദൃശ്യമായി പറയപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൽ പെട്ടകത്തിന്റെ നീളം 300 മുഴം, അതിന്റെ വീതി 50 മുഴവും അതിന്റെ ഉയരം 30 മുഴമായും ഇരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 300 എന്നത് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 5 അധ്യായം അതിന്റെ 22 ഹാനോക്ക് 300 വർഷം ദൈവത്തോട് നടന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. 50 എന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. 50 എന്ന സംഖ്യ പെന്തക്കോസ്ത് ദിനത്തെയാണ് കുറിക്കുന്നത്. 30 എന്നത് ക്രിസ്തുവിലുള്ള പൂർണ്ണ വളർച്ചയെ കാണിക്കുന്നു. യേശു തന്റെ 30-ാം വയസ്സിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അദ്ദേഹത്തിന്റെ മേൽ ഇറങ്ങി വരികയും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യം ലഭിക്കുകയും ചെയ്തു. ഇതാണ് ക്രിസ്തുവിന്റെ പൂർണ്ണമായ വളർച്ച. സ്നാനത്തിൽ 300 എന്ന ദൈവത്തോടുകൂടെ നടക്കുന്ന ജീവിതത്തെ നാം പ്രാപിക്കുന്നു. 50 എന്ന പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുന്നു. 30 എന്ന പൂർണ്ണമായ വളർച്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. നോഹയുടെ പെട്ടകത്തിലെ 3 തട്ടുകൾ തൃത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നതിനെ കാണിക്കുന്നു. വാതിൽ എന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ എന്ന് യെശയ്യാവ് 26 2-ാമത്തെ വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ജനൽ എന്നത് സൂചിപ്പിക്കുന്നത് ദാനിയേൽ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്നിട്ട് യെരൂശലേമിന് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചതിനെയാണ് കാണിക്കുന്നത്. ദാനിയേലും സഹോദരങ്ങളും ബാബിലോണിൽ ഉയർന്ന പദവികളിലായിരുന്നിട്ടും അവരുടെ ലക്ഷ്യം യെരൂശലേമായിരുന്നു. നാം സ്നാനം സ്വീകരിക്കുന്നതിന്റെ ലക്ഷ്യവും ആത്മീയ യെരൂശലേമിനെ പ്രാപിക്കുക എന്നത് തന്നെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5 വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നോഹയുടെ പെട്ടകത്തിന് സമാനമായ സ്നാനം എന്നത് ഭയഭക്തിയോടെ പെട്ടകത്തെ പണിയുന്ന സ്ഥാനത്തിലും നിരപ്പ് പ്രാപിച്ച് ഒന്നിക്കപ്പെടാനും സാധിക്കുന്ന ഇടമാണ്. ലോകം ശിക്ഷാവിധിക്കുള്ളതാണെന്ന് ഉറപ്പിക്കുകയും വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി മാറുകയും ചെയ്യുന്ന ഇടമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി എന്ന നിലയിലും ദൈവത്തോടൊപ്പം നടക്കുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ക്രിസ്തുവിന്റെ പൂർണ്ണമായ വളർച്ചയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള സ്ഥാനത്തും യെരൂശലേമിൽ പ്രാപിച്ചുകൊള്ളുന്ന സ്ഥാനത്തിലും ഇരിക്കുന്നു. ഈ സ്നാനത്തിന്റെ ഉപദേശത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.